മോഷണമുണ്ടാകുന്നു. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും എന്നുള്ള നിലയിലേക്ക് പ്രസിദ്ധമായ കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറുന്ന കാഴ്ചയാണ്. ഒരു കാര്യം, എത്രയൊക്കെ അജണ്ട വഴിതിരിച്ചു വിടാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ പതനം ഈ ശബരിമലയിലെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. എത്രയൊക്കെ നിങ്ങൾ അയ്യപ്പ സംഗമങ്ങളോ മറ്റെല്ലാം നടത്താൻ ശ്രമിച്ചാലും ഈ മോഷണം അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കില്ല. ഇത് ഗവൺമെൻറ് പതനത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി സാമുദായിക സംഘടനകളൊക്കെ സംഗമത്തിന് പിന്തുണ നൽകി. ഈ മോഷണത്തെക്കുറിച്ച്, ഈ സ്വർണം മോഷണം നടന്ന പശ്ചാത്തലത്തിൽ ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണേലും ഈ വിഷയം ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ്റാണ് ഒന്നാം പ്രതി. അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിക്കാൻ ഇടനിലയായി നിന്നത് ഒരുപക്ഷെ ദേവസ്വം ബോർഡായിരിക്കും. എന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി ഗവൺമെൻറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴേ ദേവസ്വം കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കാലഘട്ടത്തിൽ അതിന്റെ പീഠം ഉൾപ്പെടെ അത് സ്വർണം പൂശി എന്നുള്ളതാണ് അയാളുടെ വിശ്വാസം. പക്ഷെ അതിപ്പോ അത് ചെമ്പായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വെളിപ്പെടുത്തലായി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എത്ര കാലം മുമ്പ് നടന്നിട്ട് സ്വർണം 30 കിലോയിൽ പരം സ്വർണവും 17 കിലോ ചെമ്പും സംഭാവന ചെയ്തത് അവസാനം അതിൻ്റെ രജിസ്ട്രി വന്നേക്കുന്നത് എന്തുവാ? ഇത് ചെമ്പ് വിഗ്രഹമാണ്. അന്നേരം അവിടെ തന്നെ എവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു കൊള്ള എന്നുള്ളതല്ലേ. അന്നേരം ഇതെല്ലാം ദുരൂഹമാണ്. അന്നേരം ഇതുകൊണ്ട് എന്തുകൊണ്ടൊരു ഗവൺമെൻറ് ഇടപെട്ട് ഇതിനകം തന്നെ ഇത് പരിശോധിച്ചില്ല? അതല്ലേ ദുരൂഹത. എന്നിട്ട് അതേ ആൾക്കാരെ തന്നെ ഇത് ഏൽപ്പിച്ച ഏത് പശ്ചാത്തലത്തിലാണ്? അന്നേരം ഇതെല്ലാം ദുരൂഹമായി ഗവൺമെന്റിന് പങ്കുള്ളത് കൊണ്ട്, കൈയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു വിശ്വസനീയമായ നിലയിലേക്ക് ഒരു മറുപടി പോട്ടെ, ഒരു അന്വേഷണം ജനങ്ങളെ ബോധ്യപ്പെടുന്ന നിലയിലേക്ക് 39 ദിവസം ഒരു വിഗ്രഹം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാൻ ഇടയായ സാഹചര്യവും അവിടെ ചെന്നപ്പോൾ 4 കിലോ കുറവ് എന്ന് കണ്ടപ്പോൾ അതൊന്ന് അന്വേഷിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനൂടെ പങ്കുണ്ട്. അത് ആർക്കൊക്കെ എന്ന് എനിക്കറിയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരേണ്ടത്. എന്നിട്ട് അതേ വ്യക്തികളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കേസെടുത്താൽ പല കാര്യങ്ങളും അദ്ദേഹം ചിലപ്പോൾ തുറന്നു പറയേണ്ടി വരുമായിരിക്കും. ഇതിന്റെ പങ്ക് ആർക്കൊക്കെ കിട്ടിയെന്ന് പറയുമെന്ന് ഭയന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് പോലും എടുക്കാത്തത്. ഇനി അങ്ങോട്ട് ഇലക്ഷൻ സീസണാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് തന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് കേരളത്തിലെ 2 പ്രബല സമുദായങ്ങൾ, കേരളത്തിൻ്റെ ഭൂരിപക്ഷ സമുദായങ്ങൾ എന്ന് പറയുന്ന NSSഉം SNDPയും പൂർണ്ണമായും അയ്യപ്പ സംഗമത്തിനാണെങ്കിൽ കൂടി ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നു. മാത്രമല്ല ഈ NSSന്റെ പിന്തുണ കൊടുക്കുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ, മുഖ്യ പാർട്ടിയായ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. UDFനകത്തും അത് പെട്ടെന്ന് അന്വയിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള അത് സർക്കാർ ഒരിക്കൽ കൂടെ ഒരു സർക്കാർ വരുന്നതിന് കാരണമാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കാലാകാലങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതിൽ മേൽ രാഷ്ട്രീയ പാർട്ടികൾ കയറി അവർ ഇന്ന തീരുമാനമെടുക്കണമെന്ന് അഭിപ്രായം പറയുന്നത് യുക്തിയല്ല. അത് അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രവർത്തന ശൈലിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചവർ, ശബരിമല എന്ന് പറഞ്ഞ ഒരു വൈകാരിക വിഷയമാണ്. ആ വൈകാരിക വിഷയത്തിൽ സർക്കാർ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു തട്ടിപ്പാണ് നടത്തുന്നത്, അല്ല ഒരു മാസ്റ്റർ പ്ലാനും അവിടെ തയ്യാറാക്കിയില്ലല്ലോ. എന്നെങ്കിലും അങ്ങനെ ഒരു വൈകാരിക വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ ആ വൈകാരികതയോടുകൂടി സാമുദായിക സംഘടനകൾ അതിൽ പങ്കെടുക്കുന്നതിൽ
ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ആ ഒരു വിഷയം, വൈകാരികമായ ശബരിമല വിഷയത്തിൽ പങ്കാളിയാകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കൊള്ളയുടെ കഥകൾ വരുമ്പോൾ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായം പറയണം എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളത്.